Hi guys, welcome back to my channel. I am Yersham Mas. അപ്പോൾ ഗൈസ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു BR റാങ്ക് പുഷേജ് വന്നിട്ടുള്ളത് ബെർമുഡയിലാണ് വന്ന് പെട്ടിട്ടുള്ളത്. നമ്മളപ്പോൾ നെസിയോ ഉണ്ട്, നമ്മളെ മാക്സ് 444 ഉണ്ട്. എന്തായാലും വേറെ ഉള്ളൊരുത്തുണ്ട്, ഓൻ ബംഗാളിയാണ്. മാക്സ് 444 മലയാളിയാണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ കിട്ടിയതാണ്. എന്തായാലും ഗൈസ് നമുക്കൊന്ന് കളിച്ചു നോക്കാം. നമ്മൾ ആദ്യം തന്നെ പോയി ഇറങ്ങേണ്ടത് കാട്ടിലവാസിലാണ്. ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ട് ശീലമായിട്ടോ ഗൈസ്. അതിൻ്റെ നെയിം ശരിക്കും അതാണോ വേറെ എന്തോ ആണ് ഗൈസ്, അതിന് വേറെ എന്തോ ആണ് വിളിക്കുക ഗൈസ്. ഞാൻ കാട്ടിലവാസി പറഞ്ഞാണ്ട് ശീലമായതാണ്. അപ്പോൾ തന്നെ മുന്നിൽ നെസിയോ ഉണ്ട്. ഞാൻ വിചാരിച്ചു എനിമയാണ് വിചാരിച്ച് പേടിച്ചു, ഗണ്ണുമില്ലാത്ത അവസ്ഥയിൽ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ ഒരു സ്കാറുണ്ട്, ആ സ്കാർ എടുത്തപ്പോഴത്തേന് എരുമയിലൊരുത്തൻ പുറത്തേക്ക് കഴിഞ്ഞു. അപ്പോഴത്തേന് 187 കൊടുത്തുകൊണ്ട് ഓനെ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കണ്ട ഒരു ടോംസൺ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബുള്ളറ്റ് എടുത്തിട്ട് നേരെ ഇവിടെ വെടിക്കണ ശബ്ദം കേട്ടിട്ടുണ്ട്. അത് നമ്മളപ്പോഴത്തേന് നമ്മളെ ടീംമേറ്റ്സ് അവനെ കൊന്നിട്ടുണ്ട് തോന്നേ. എന്തായാലും ഇവിടെ എനിമി ഉണ്ടാകും, ഇല്ലാതിരിക്കൂല. എന്തായാലും ഞാൻ സാധാരണ ഇവിടെ കുറേ വട്ടം ഇറങ്ങാറുണ്ട്. ഇവിടെ ഫുള്ള് എനിമി ഉണ്ടാകാറുണ്ട്. ഫുള്ള് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്തായാലും കുറേ ഒരു 6 എനിമിയിലും ഉണ്ടാകാറുണ്ട്. ഈ അപ്പത്തിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരുത്തിനെ കണ്ടിരുന്നു. ഞാൻ അപ്പോഴത്തിനൊക്കെ നല്ല ഡാം കൊടുത്തു. അപ്പോഴത്തിന് ഒരു തെണ്ടി ടീമേറ്റ് ഒരു ബംഗാളി നമ്മളെ കില്ല് കുമ്മിച്ചിട്ടുണ്ട്. ഈ കളി നമ്മളെങ്ങനെയൊക്കെ ജയിക്കാൻ നോക്കും, കഴിയണത്ര കളിക്കാൻ നോക്കും. പിന്നെ നിങ്ങൾ കഴിവതും ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, മറക്കരുതിട്ടോ ഗൈസ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകില്ല. ഇവിടെ ഗൈസ് ആദ്യം എനിക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നസീൻ്റെ വൈത്തല പോവാണ്. സാധാരണ ഇവിടെ ഏതേലൊക്കെ ഒരു കാട്ടിലവാസിൽ എവിടെയെങ്കിലൊക്കെ ഒരു ഇതുണ്ടാവും. ആർസനൽക്ക് എവിടെയെങ്കിലൊക്കെ ഞങ്ങൾക്ക് എന്നും കിട്ടാറുണ്ട്. ഇറങ്ങുമ്പോൾ പിന്നെ വണ്ടി എടുത്ത് ബാക്കിയുള്ള 2 ടീമേറ്റ്സിലോടത്തേക്ക് പോകാൻ വിചാരിച്ചുകൊണ്ട് ഞാനായിരുന്നു ആദ്യം വണ്ടിക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ബാഗ് ചോൻ തന്നെ കയറിക്കോട്ടെ വിചാരിച്ചു. ഞാൻ അത്ര ഡ്രൈവിംഗ് സ്കില്ലൊന്നും ഇല്ല ഗൈസ്. കാണാൻ ഈ വണ്ടി ഓടിക്കുന്നത് തീരെ ഇഷ്ടമല്ല. പിന്നെ വെറുതെ അങ്ങനെ ഓടിക്കുന്നു. ഉടനെ എൻ്റെ അടുത്ത് കോഡും ഇതും ഉള്ളത്, ടോംസണും ഉള്ളത്. എന്തായാലും പറപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാം. ഓനാണ് അപ്പോഴത്തിന് നെസിയാണ് അപ്പോഴത്തിന് അവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും പറപ്പിച്ച് പോവാം. അവിടെയാണെങ്കിൽ 2 ആളുണ്ട്. മാക്സ് 444 ഉണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ അടുത്താണ് ടോംസണുള്ളത്. എനിക്ക് ടോംസണാണെങ്കിൽ തീരെ താല്പര്യമില്ലാത്ത കണ്ണാണ്. പിന്നെ P90 അങ്ങനത്തെ എന്തോ കാണാത്തതുകൊണ്ടാണ്. MP5 കണ്ട്. പിന്നെ MP5 എനിക്ക് ഇഷ്ടമാണ്. ഒരു കേസ് മാക്സ് ആക്കിയതാണ് കുറച്ചും കൂടി സുഖം. ഈ നോർമൽ MP5നേക്കാളും നല്ലത് നോർമൽ ഏതിലാണ്. പിന്നെ പുതിയ അപ്ഡേറ്റ് വരുന്നത് ഞാൻ അഡ്വാൻസ് സെർവർ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. ആകെ ഒരു കുളം എന്ന് പറഞ്ഞാൽ ട്രോഗണിന് ചിപ്പുണ്ട്, MP40ക്ക് ചിപ്പുണ്ട്. MP5 ആരും ഇനി MP40 ചോദിച്ചായാവും. ഇതിനൊക്കെ ഒന്നും ചിപ്പ് വേണ്ടേ, MP40 ചിപ്പ് വേണ്ട. ട്രോഗണിനൊക്കെ എന്തിനാ ചിപ്പ്? ഇവിടുന്ന് ലൂട്ടൊക്കെ എടുത്തിട്ട് മെല്ലെ പോവാം. ഇവിടുന്ന് സ്ഥലം വിടാൻ വിചാരിച്ച് ഞാൻ ഇവിടെയാണ് എനിമി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്ഥലം വിടാൻ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഇവിടെ ഈ 2 വണ്ടി കണ്ട് എനിക്കൊരു സുഖമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മെല്ലെ എടുത്ത് കണ്ട് വണ്ടി കയറി കണ്ടൊന്ന് ശരിക്കും വെക്കാൻ വിചാരിച്ച്. അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ഒരു സുഖത്തിനാണ്, വെറുതെ ഒരു ജസ്റ്റ് ഒരു മനസ്സമാധാനത്തിന്. എനിക്കെന്താ അറിയില്ല, അത് അങ്ങനെ നിൽക്കണിട്ട് ഒരു സുഖം കിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 വണ്ടി എടുത്ത് കണ്ട് കറക്റ്റ് മെഷറിൽ നിൽക്കണേ. അപ്പോൾ ഒന്നിന് ഓന്മാരൊക്കെ ചത്തിരുന്നോ, മേലെ കൂടെ പോകണുണ്ട്. അല്ല ഇറങ്ങി വരുവാണോ? ചത്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ? എന്തായാലും നമുക്ക് പോയേക്കാം. ഇവിടെ വണ്ടി ശരിക്കൊക്കെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ പോയിട്ടുണ്ട്. എടാ ഈ നെസി എങ്ങനെയാടാ അപ്പോഴത്തേന് അവിടെ എത്തി? അവിടുത്തെ ലോഞ്ച് പറ്റില്ലല്ലേ. അപ്പോൾ വണ്ടി പോകാമെന്ന് വിചാരിച്ചു ആദ്യം കയറി. പിന്നെ ഞാൻ ഓർത്ത് ആദ്യം അവനെ പൊക്കിയിട്ട് പോവാന്നേ. അവന്മാരെന്തായാലും പോയി നല്ല എനിമയുള്ളോടത്താണ് പോയിക്കണം. എൻ്റെ അടുത്താണ് ആകെ 3 ഇതേ ഉള്ളൂ EP എടുക്കുന്ന സാധനം. അവന്മാരെന്തായാലും നോക്കാവും, ഏതെങ്കിലും ഒരുത്തൻ നോക്കാമെന്നുള്ള കാര്യം ഉറപ്പാണ്. നെസി മാത്രമേ ഇപ്പോൾ വീണിട്ടുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നെസി വീയും, ഒരാൾ വീയും പറഞ്ഞിരുന്നു. നെസി എന്തായാലും നോക്കാൻ. അപ്പോഴത്തേന് ഞാൻ ഇവിടെ 3 മെഡിക്കിറ്റുണ്ട്, 3 മെഡിക്കിറ്റ് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിനി സോണ് പെട്ടാൽ കുടുങ്ങിയിരുന്നേ. അതും തന്നെ സൂപ്പർ റിവൈവൽ ചെയ്തിട്ടുണ്ടായിരുന്നു നെസീന. പിന്നെ ഫ്രീ ആയിട്ട് അതും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ആകെ 700 കാണുള്ളൂ. ഓൻ ചത്തോണ്ട് ഓന് 700 പൊക്കിയിട്ടുമുണ്ട്. പിന്നെ മെഡൊക്കെ അടിച്ചിട്ട് മെല്ലെ പോകാൻ വിചാരിച്ചു. പിന്നെയാണ് ഞാൻ ഓർത്ത് ഇവിടെ ലോഞ്ച് പാഡ് ഉണ്ടല്ലോ ലോഞ്ച് പാഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ ലോഞ്ച് പാഡ് കയറി പോവാം. പിന്നെ കഴിവതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, മറക്കരുത്. ഇനി ലോഞ്ച് പാഡ് കയറി കൊണ്ട് എവിടേക്കാൻ പോകാൻ വിചാരിച്ചാണ് ഞാൻ പറപ്പിച്ച് ലോഞ്ച് പാഡ് പറന്ന് പോയായിരുന്നു.
അപ്പോൾ ഇതിലൂടെയാണ് ഓല് നേരത്തെ പറഞ്ഞു പോരുന്നത്. ഞാനാണെ വന്ന് കയറിയതാണേലും മറ്റേ ഇതിൻ്റെ ടവർ മാറുള്ള ആ സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഇടയിലാണേ. ഞാൻ അടിക്ക് ചാടാ വിചാരിച്ച് ഞാൻ അവിടെ നിൽക്കാൻ വിചാരിച്ച് നിന്നേനെയോ. പക്ഷെ അടിക്ക് വീണു. ബെഡ് അടിച്ച് പോകാൻ വിചാരിച്ച് മെഡ് അടിക്കാൻ നിന്നേ. ഞാൻ പിന്നെ മെഡ് അടിക്കുമ്പോൾ തന്നെ അവിടെ എന്തൊക്കെയോ നടക്കണ്ടേ. അവിടെയാണ് ഇത് തുറക്കാൻ നോക്കണ്ടേ, ആർസനൽ തുറക്കാൻ നോക്കണ്ടേ. ഞാൻ വിചാരിച്ചു ടീംമേറ്റും കൂടി വന്നിട്ട് പോകുന്നേ. പിന്നെ ഞാൻ വിചാരിച്ചു കണ്ണും പൂട്ടി ടീംമേറ്റ്സിൻ്റെ നേരത്തെ കണ്ടല്ലോ അതേപോലെ കുമ്മലായിരിക്കും. അതുകൊണ്ട് തന്നെ ടീംമേറ്റ്സിൻ്റെ കൂട്ടാതെ തന്നെ പോയി കണ്ട് ഒരുത്തന്നെ ഉള്ളൂ തോന്നുന്നുണ്ട്. പോയി നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു സാൻഡിനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിമി നിൽക്കണുണ്ടോ അവർക്ക് ടോംസൺ കൊണ്ട് നല്ല കുത്തിപ്പിടിച്ച് നല്ല ഡാം കൊടുത്തേ. പിന്നെ ഞാൻ കുറേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിപ്പിടിച്ചാൽ ഗ്ലൂ വാൾ ഐറീസ് വിചാരിച്ചാണ്ട് കുത്തിപ്പിടിച്ച് നോക്കിയിരുന്നു. അവിടെ എന്താ അറിയില്ല ഓനെ നോക്കാം. ഞാൻ എൻ്റെ സോണിയെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇതിന് ഓൻ്റെ ടീംമേറ്റ് ആണോ അറിയില്ല. ബാക്കിൽ നിന്ന് ഒരുത്തം വന്ന് അടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ടീംമേറ്റ് ആവില്ല. പിന്നെ ഒരു ബംഗാളി മാത്രമേ ഉള്ളൂ. ഞാൻ ബംഗാളിൻ്റെ അടുത്താണ് കളി ഉള്ളത്. ബംഗാളി മൂഞ്ചിയാൽ നമ്മളാ കളി മൂഞ്ചി കുറേ മൈനസും കിട്ടും. ഈ കളി ജയിച്ചിട്ട് വേണം നമുക്ക് ഗൈസ് കുറച്ചും കൂടി പ്ലസ് കിട്ടിയാൽ മതി ഹീറോയ്ക്ക് അടിക്കാൻ വെച്ചാൽ. ഹീറോയ്ക്കാ തോന്നുന്നുണ്ട് ഹീറോയ്ക്കാണേ. പക്ഷെ ഇപ്പം പഴയ പോലെ അല്ലല്ലോ. ഡയമണ്ട് 5 പ്ലേറ്റിന് 5 എന്തൊക്കെ കുന്ത്രാണ്ടങ്ങളാണ് വന്നിട്ടുള്ളത്. ഇവൻ്റെ നെറ്റ് പോയി തോന്നുന്നുണ്ട്. മിക്കവാറും നെറ്റ് പോയിട്ടുണ്ടാവും. നല്ല മൂഞ്ചിട്ടുള്ളത്. ബംഗാളീസിനെ കൂട്ടുമ്പോൾ ഏതാ കുഴപ്പം. നെറ്റ് പോയിട്ടില്ല. അവിടെയാണ് ഒരുത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും അവിടെ നല്ല രീതിയിൽ ഡാം കൊടുക്കണ്ടേ. ഗ്ലൂ വാളിട്ട് മറ്റും ഓടിയിട്ടുമുണ്ട്. ഇവനും ഗ്ലൂ വാളിട്ട് പൊക്കുവാന്നറിയില്ല. എന്നെ പൊക്കുവറിയില്ല. ഇവിടെ സോണി ഇന്നെ തന്നെ പൊക്കിയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ടോപ്പ് പോയി ഇറങ്ങിയാണ്ട് കില്ലെടുക്കാമെന്ന് ഞാൻ കരുതിയത്. ഇവിടെ ഒരു ടവർ പോലുള്ള സാധനം ഉണ്ടല്ലോ അല്ലേ അവിടെ ഇറങ്ങുക. അല്ലെങ്കിൽ ഇവിടെ പോയി കണ്ട് ഓലും രണ്ടാളെയും പൊക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിന് ആ PG എന്ന് പറഞ്ഞാൽ എനിക്കും നല്ല നോക്കയച്ചിട്ടുണ്ട്. ഓനും നോക്കയച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഓടിയിട്ട് കണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് പൊക്കൽ തന്നെ രക്ഷയുള്ളൂ. അങ്ങനെയായാലും ഓന്മാരെ പൊക്കാൻ നോക്കുക. ഇവിടെ ഒന്ന് നിൽക്കണം എന്ന് എനിക്ക് റിവ്യൂവൽ പോയിന്റിൽ ഒന്ന് നിൽക്കണം എന്നുണ്ട്. ഞാനും കൂടി ചത്താൽ ആകെ പണിയാവും. അതുകൊണ്ട് തന്നെ ഇവന്മാരെങ്ങനെയും പൊക്കിയിട്ട് ചത്താലും കുഴപ്പമില്ലാതെ ഞാൻ പൊക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരുത്തൻ കാറിൽ പറന്ന് വന്നിട്ടുണ്ട്. അവരുടെ ഉട്പക്കറ സ്കേസ് വെച്ചുണ്ട്. ഞാൻ SVD അങ്ങനെ ഏതോ ഉണ്ട്. ഞാൻ E90 നല്ല രീതിയിൽ ഡാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സാൻഡിനെ അവിടെ ഇട്ടാണ്ട് അവനക്ക് നല്ല രീതിയിൽ കുത്തി പിടിച്ച് അവനെ നോക്കാക്കാൻ നിന്ന്. പിന്നെ കുത്തി പിടിച്ചുകൊണ്ട് കുറച്ച് ഡാം കൊടുത്തപ്പോൾ തന്നെ അവൻ നോക്കായി. പിന്നെ അവൻ്റെ കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ട് അവന്മാരെ പൊക്കിച്ച് അവിടെ ലോഞ്ച് പാഡ് ഉണ്ട്. അവൻ്റെ ലോഞ്ച് പാഡ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സോൻ്റെ അടുത്ത് SVD ഇല്ല, SKS ഉള്ളത്. ഞാൻ എൻ്റെ ഡ്രോപ്പാണ് അടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ P90 കാണാൻ വെച്ച് ഞാൻ SKS എടുക്കാൻ നിന്നേ. P90 മാറ്റിക്കൊണ്ട് SKS എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കണം. ആവശ്യമില്ലാത്ത മറ്റേ ബുള്ളറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും. അപ്പം ടീംമേറ്റ് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവന്മാരെ കൊണ്ടാണ് തോറ്റത്. ഈ ബംഗാളികളെ കൊണ്ടാണ് തോറ്റത്. ആ PG ഇറങ്ങാത്തതുകൊണ്ടാണ്. ഓനാണെങ്കിൽ ഓൻ പൊക്കി വിടുക. എന്താണെന്നറിയില്ല. ഓൻ അനങ്ങാതെ നിൽക്കുക. ടൈം ഇങ്ങനെ പോകണം. അപ്പോൾ തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ ആ PG പിന്നെയും നോക്കയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓനെ പൊക്കാം. എൻ്റെ അടുത്താണെങ്കിൽ 400 കോയിനുണ്ട്. 400 കോയിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. 600 ആണ്. പിന്നെ അവിടെ മാപ്പിൽ നോക്കിയപ്പോൾ ഇവിടെ കോയിൻ്റെ ഇതുണ്ട്. പിന്നെ ഒരു 200 കോയിനും കൂടി എടുത്തിട്ട് ഓനെ പൊക്കാം. ഓനെ പൊക്കിച്ച് പിന്നെ കില്ലെടുക്കാനൊക്കെ നോക്കാം. ഞാനാണെങ്കിൽ പ്ലസ് വിചാരിച്ച് മാത്രമാണ് അവനെ പൊക്കുന്നത്. അല്ല വേറെ എന്തോ ഇല്ല. ഞാനാണെങ്കിൽ സാധാരണ ചെയ്യാറ് അറിയണ പോലെ ഒക്കെയാണ് നോക്കായി ചത്തുകളുണ്ടായി. നല്ല അറിയണ പോലെ ആണെങ്കിൽ അവന്മാരെ നോക്കാറില്ല. ഞാൻ റിവൈവ് ചെയ്യൂല. ഇമോട്ടിട്ട് പട്ടിഷ കാണിക്കും. പിന്നെ മേലെന്ന് ഓൻ ഇറങ്ങി വരണ്ട നോക്കി ഇറങ്ങണ്ടേ. പിന്നെ ഈ നെക്കി തിന്നുന്ന സാധനം തിന്നാൻ വിചാരിച്ച് ഞാൻ വന്നാട് നെക്കി തിന്നേനെ. അപ്പോൾ ടീംമേറ്റ്സൊക്കെ അടിച്ചുകൊണ്ട് കണ്ട് മണ്ടി വരുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ മെല്ലെ അങ്ങനെ പോയി കണ്ട് എവിടുന്ന് അടി നോക്കണേ. ആരും അടിക്കുന്നൊന്നുമില്ല. നസിയൊക്കെ വണ്ടി പോകണ്ടേ. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഞാൻ പിന്നെ ഇതിൽ കൂടെ പോയി കണ്ട് ഈ കോയം കളക്ട് ചെയ്യാൻ നോക്ക അടിക്കുന്നു. അപ്പോൾ തന്നെ എവിടുന്നോ മാപ്പ് നോക്കിയപ്പോൾ തന്നെ അടിച്ചു. ഞാൻ ഗ്ലൂ വാൾ ഇടാൻ വിചാരിച്ച് നിന്നപ്പോൾ തന്നെ അടിച്ച് നോക്ക അയച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മാക്സ് 4 വന്ന് കണ്ട് ഇതിടാൻ നോക്കണം. അപ്പോൾ തന്നെ നമ്മളെ നസിയെ നമ്മളെ പൊക്കിയിട്ടുണ്ട്. മാക്സാണ് നമ്മളെ റിവൈവ് ചെയ്യാൻ വിചാരിച്ച് പോയാൽ ഓനും നോക്ക വെച്ചിട്ടുണ്ട്. സൂപ്പർ റിവൈവൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി ഇറങ്ങിയിട്ട് എവിടുന്ന് എൻ്റെ പ്ലാനിങ് എന്താ വെച്ചാൽ സാൻഡിന് നല്ല ക്യാരക്ടർ ഇവിടെ മേലെ പോയി ഇറങ്ങുക. എന്നിട്ട് ഇവിടെ മേലെന്ന് നല്ല വ്യൂ ആക്കിയാൽ അടിക്കാൻ നല്ല ഈസി ആയിട്ട് ഹെഡ് അഡ്വഞ്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു എനിമിനെ കണ്ട് ഓക്ക് നല്ല രീതിയിൽ ഡാം എടുക്കാൻ വിചാരിച്ച് നല്ല രീതിയിൽ ഞാൻ റെഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ നല്ല ടോപ്പ് പ്ലെയറുമാണ് തോന്നുന്നല്ലോ. ലെവൽ 4 ഒക്കെയാണ്. ഞാൻ എന്തായാലും അടിക്ക് ചെയ്യണേ. നല്ല രീതിയിൽ ഡാമേജിട്ടുണ്ട്. ഓളാണേ അവിടെ നിൽക്കണം. ഓളാണോ വെച്ചാൽ അറിയില്ല. പിന്നെ സോൻ്റെ കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനെല്ലാം നോക്കിട്ട് ഞാൻ നല്ല രീതിയിൽ ഡാമേജ് തിന്നു ഗൈസ്. നോക്ക് ഏതോ തിണ്ടി കുമ്മീതായിരുന്നു. പിന്നെ ഞാൻ സാനയായിട്ട് മേലെ കയറാൻ വിചാരിച്ചു. ഇവിടുന്ന് ലൂട്ടൊക്കെ എടുത്ത് പോയി കണ്ടേ അമ്മാരെ പൊക്ക വിചാരിച്ചിരുന്നു. ഞാൻ പിന്നെ മറ്റേ ഇതുണ്ടല്ലോ ഇതിട്ടിട്ടുണ്ട്, ഡ്രോൺ ഇട്ടിട്ടുണ്ടായിരുന്നു. നീ അമ്മാരെ പോയി പൊക്ക എൻ്റെ അടുത്താണെങ്കിൽ ആകെ 500 കോയിനേ ഉള്ളൂ. എന്താ ചെയ്യാൻ വിചാരിച്ച് പോയപ്പോഴാണ് മറ്റവനും ഇനി മാക്സ് 4 മാത്രമേ ഉള്ളൂ. മാക്സ് 4 ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരുണ്ട് നോക്കായിട്ടുണ്ട്. ആ PG നോക്കായിട്ടുണ്ട്. അവനെ എത്ര കയറിയിട്ടാണ് എടുക്കുക. അപ്പോൾ തന്നെ ഇവിടെ എനിമിനെ കണ്ടോ. അവനക്കൊരു 59 കൊടുത്തിട്ടുണ്ട്. നീ കയറി പോകാൻ അകത്തുണ്ടാവും വിചാരിച്ചു, പൊക്കണോടത്തുണ്ടാവും വിചാരിച്ചു ഞാൻ മെല്ലെ കയറി പോവുകയാണ്. എന്തായാലും അവിടെ ഉണ്ടാവുകയാരം. ഞാൻ പിന്നെ മെല്ലെ കയറി പോയി കണ്ടേ അവിടെ കണ്ട നേരത്തെ ലോഞ്ച് പാഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോലെ പൊക്കാനാണ് മാക്സ് 4 നോക്കായില്ലെങ്കിൽ നമുക്ക് മറ്റേത് എടുക്കായിരുന്നു. മറ്റേ സാധനം ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും സോളോ റിവൈവൽ എടുക്കായിരുന്നു. പിന്നെ അപ്പോഴത്തിന് മേലെ കയറി ഞാൻ അവിടെ എനിമീനെ കണ്ടപ്പോൾ കയറി അടിക്കാൻ വിചാരിച്ചിരുന്നു. അപ്പോഴത്തിന് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. നമ്മളെ ഒരുത്ത മേലേക്ക് കയറിയിട്ട് അടിച്ചിട്ടിട്ടുണ്ട്. ഇനി എന്തായാലും കയ്യിൽ മാക്സ് 4 മാത്രമേ ഉള്ളൂ. കണ്ടിട്ട് എനിക്ക് തോന്നണം നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയറാണ്. അപ്പോഴത്തിന് ഒരുത്ത മേലെ കയറി വന്നു. ഓനാണെ അടിച്ച് നോക്കിയിട്ടുണ്ട്, കുത്തി പിടിച്ച് നോക്കിയിട്ടുണ്ട്. 5 കില്ലെടുത്തിട്ടുണ്ട് മാക്സ് 4. ഇപ്പം ഇവൻ്റെ അടുത്താണ് കളി. 16 ആൾക്കാരുണ്ട് ഈ കുഞ്ഞു സോണിൽ. അങ്ങനെയൊക്കെ കളി ജയിക്കണം. ലെവൽ 3 ഓനാണേലും ഇതെടുത്തിട്ടുണ്ടായിരുന്നു. ആ ബോക്സ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ലൂട്ട് MP5 മാക്സ് കൊടുത്തിട്ടുണ്ട്. MP5 മാക്സ് ഏക്കാണ് എൻ്റെ അടുത്തുള്ളത്. റിവൈവ് ചെയ്യാനും പറ്റില്ല. സോണൊക്കെ കയറി വന്നിട്ടുണ്ട്. ഓനാണ് ഇവിടെ നിൽക്കുകയാണ്. ഇവിടുന്ന് അടിക്കാൻ കയറി വരുന്ന പോലെ അടിക്കാൻ വിചാരിച്ച് നിൽക്കുകയാണ്. ഓനാണ് ഇവിടെ നല്ല രീതിയിൽ കളിക്കണ പ്ലെയറാണെന്നാണ് തോന്നണത്. 5 കില്ലോളം എടുത്തിട്ടുണ്ട്. അറിയില്ല, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇതിന് ഞാൻ മാപ്പ് നോക്കുമ്പോഴത്തേനും ഇവിടെ എന്തോ നടക്കേണ്ടത് തോന്നി. ഒരുത്തൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഗ്ലൂ വാളൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അവന് സാൻഡിനോട്ട് സോണിൻ്റെ പുറത്തേക്ക് സാൻഡിനോട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഇവിടുന്ന് തന്നെ അവൻ പെട്ടിയാവുന്നതാണ്. കുറേ ആൾക്കാരുടെ അടുത്ത് നടിയിട്ടതുകൊണ്ട് പിന്നെ അവൻ്റെ അടുത്ത് ആക്കണേ. അപ്പോൾ നല്ല കളിയാണ്. ഓനപ്പോത്തിന് ഹെഡടിച്ച് 85 കൊടുത്തോണ്ട് ഒരു നോക്കിയിട്ടുണ്ട്. ഇതേ കളി അവസാനം വരെ ഉണ്ടായാൽ മതിയായിരുന്നു. 6 കില്ലെടുത്തിട്ടുണ്ട്. ഇപ്പം അവിടെയാണ് എടുത്തിട്ടുണ്ട്. ഓ നൈസറാ, നൈസ് കളി. നല്ല കളികളാണ് അവൻ കളിക്കുന്നത്. അപ്പോഴത്തേനും നമുക്ക് ബാക്കിൽ നിന്ന് മുന്നിൽ നിന്നൊക്കെ അടിയിട്ടുണ്ടായി. അവൻ സൂപ്പർ ബെഡ് അടിക്കുക. എടാ എൻ്റെ അടുത്താണ് ഈ കളി. അവൻ്റെ അടുത്ത് 400 കോയിനുള്ളൂ. 400 ഉള്ളൂ. ഇവിടെ എനിമി ഉള്ള പോലെ എനിക്ക് തോന്നി. അതാ ഓനത്തെ ഒരു എനിമി ഉണ്ട് ഇവിടെ. 31 വെച്ചാൽ കൊടുത്തിട്ടുണ്ട്. മറ്റോ ഇറങ്ങിയിട്ടുണ്ട്, വണ്ടിയിൽ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഡാം കൊടുക്കുന്നുണ്ട്. ആക്കേണ്ട ആക്കോണ്ട് കുത്തി പിടിച്ചുകൊണ്ട് ഒരു ടീം വൈപ്പ് എടുത്തിട്ടുണ്ട്. ഇനി 7 എനിമീസ് ഉണ്ട്. 8 കില്ല്. നല്ല രീതിയിൽ ഡാം എത്തുവാൻ ഒരു ഗ്ലൂ ഇട്ടിട്ടുണ്ട്. അവിടെ അടുത്താണ് മെഡിക്കത്തില്ല. ക്യാരക്ടർ സാൻഡിനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലൂട്ട് ബോക്സ് കണ്ടിക്കണം തോന്നണ്ടേ. അങ്ങനെ ലൂട്ട് ബോക്സിൻ്റെ അടുത്തേക്ക് അവൻ സാൻഡിനെ ഇട്ടിട്ടുണ്ട്. ഇനി അവിടെ പോയി ഇറങ്ങിയിട്ട് അവൻ്റെ ബുദ്ധി എന്തായാലും കൊള്ളാം. നല്ല ബുദ്ധി. സാൻഡിനെ കണ്ടിട്ട് വന്നുകൊണ്ട് മെഡും ലൂട്ടൊക്കെ എടുത്തിട്ട് ഉടനെ പോകാൻ തോന്നുന്നുണ്ട്. ഗ്രോസ് എക്സിറ്റ് ഇല്ലേ. നീ കളി സീനാവും. എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടോ. അവനിപ്പോൾ തന്നെ 9 കില്ലെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും അവിടെ ഒരുത്തിന് പുറത്തേക്ക് ഇറങ്ങി വെറുതെ ഷോട്ട് ചെയ്യണി. നല്ല രീതിയിൽ ഡാം കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റിൽ എനിമി ഉണ്ടോ. നോക്കി എവിടെയൊക്കെ എനിമീന്ന് മതിയാർക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഇനി 3 ആളും കൂടി ഉള്ളൂ. ഇവിടെ തല്ലി ചത്ത് തോന്നുന്നുണ്ട്. ഇവിടെ 3 കൂടി. ഈ 2 ആളുണ്ട്. ഒരുത്തൻ നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയർ തന്നെയാണ് തോന്നുന്നുണ്ട്. അവന്മാർ നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയേഴ്സ് തന്നെയാണ്. ഡയമണ്ട് 5 ആണ്. ഡയമണ്ട് 5 ലോബിയാണ്. നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയേഴ്സ് തന്നെയാണ്. ഇവനൊരാൾ മൂല 2 ടീമാ തോന്നുന്നുണ്ട്. ടീമാണേ അവൻ പെട്ട്. ഒരുത്തൻ പുറത്തേക്ക് തല ഇട്ടിട്ടുണ്ടോ. അവർക്ക് നല്ല രീതിയിൽ ഡാം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്ലൂ വാൾ ഇട്ട് കണ്ട് ഡ്രാഗൺ ഫെർട്ടിലൈസറൊക്കെ അടിച്ചിട്ട് പോകണ്ട. വോയിസ് അവൻ്റെ തലക്ക് നല്ല ഡാം കൊടുത്തടാ. തലക്ക് ഒരു 92 കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊരു ലാഗ് വന്നവർ തോന്നി. അപ്പോൾ അതിന് അവന് മറ്റേ സാധനം ഉണ്ടല്ലോ ഫയറിൻ്റെ അതെടുത്ത് അവിടെ അവനെ ഗ്ലൂ വാളൊക്കെ കൊള്ളട്ടാ. അപ്പോൾ അതിന് അവന് ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഗ്രോസെക്സ് കൊണ്ട് 91 പിന്നെയും ഡാമേ. അപ്പോൾ അതിന് അടിക്ക് കൊടുത്ത് നിന്നു. അവൻ്റെ തല കൊണ്ട് 100 അടിച്ചുകൊണ്ട് അടിച്ചിട്ടുണ്ട്. മറ്റവർക്ക് നല്ല ഡാം ഉണ്ട്. അവൻ പൊക്കാൻ മണ്ടായിരുന്നു. അപ്പോൾ അതിന് അവൻ സൂപ്പർ മണ്ട എടുത്തിട്ട് 1v1 സിറ്റുവേഷൻ ആയിട്ടുണ്ട്.
ഓൾജി ഒരുത്തനാണ്. ഓനും നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയറാണ് തോന്നുന്നുണ്ട്. പ്ലീസ് ഇവനെ വെച്ച് പിടിച്ചിരിക്കും കഴിയാൻ പഠിച്ചവനക്ക് അറിയാം. ഈ കളി വെച്ചാൽ നമ്മൾ ഈ കളി ബൂയി അടിക്കണം ഗൈസ്. ഇപ്പോൾ ബണ്ടിലാണ്. അവൻ്റെ തലമണ്ട കളിച്ചിട്ടുണ്ട് ഗൈസ്. ഈ കളി നമ്മൾ ബൂയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഗൈസ് ഓക്കെ ബൈ. ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.